ഇത് HTC 21S. HTCയുടെ 21S എന്ന് പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ക്ലാമീറ്റർ ആണ്. ഇതൊരു പൗച്ചിലാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു പൗച്ചിലാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഇതിനകത്ത് ഒരു കാലിബ്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ 3 ബാറ്ററി ഉണ്ട്. 3 ട്രിപ്പിൾ ബാറ്ററിയിലാണ് മീറ്റർ പവർ ചെയ്യുന്നത്. ഇനി നമ്മൾ മീറ്റർ നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് മെക്കാനിക്കൽ റോട്ടറി സ്വിച്ചസോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഡിജിറ്റലാണ്. അതുപോലെ നമുക്ക് മാനുവൽ മോഡും ഉണ്ട്. പിന്നെ ഇതാണ് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യാനുള്ള പ്രോബ് കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. പിന്നെ തെർമൽ പ്രോബാണിത്. ഇത് വെച്ച് നമുക്ക് ICയുടെ ഒക്കെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ പറ്റും. ഒരു തെർമോകപ്പിൾ പ്രോബാണ്. അതൊക്കെയാണ് ഈ ഒരു ഡിവൈസിൽ ഉള്ളത്, ഈ ഒരു പാക്കേജിൽ. ഇതിൻ്റെ ബാക്ക് തുറന്നിട്ട് ബാറ്ററി ഇട്ടിട്ടൊന്ന് ഓണാക്കി നോക്കാം. ഇത് ബാറ്ററി 3 ബാറ്ററിയാണ് അതിനുള്ളത്, 3 ട്രിപ്പിൾ ബാറ്ററി. അപ്പോൾ അതിട്ട് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. കണ്ടോ, ഇതിൽ ഓട്ടോ മോഡും ഉണ്ട്, അതുപോലെ തന്നെ മാനുവൽ മോഡും ഉണ്ട്. ഇപ്പം കാലിബ്രേഷനാണ്, ആദ്യം കാലിബ്രേഷൻ ആവും, പിന്നെ ഓട്ടോയിലാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഓട്ടോ മോഡിൽ നമുക്ക് മെഷർ ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്യേണ്ട ഏത് മോഡിലാണ്, കപ്പാസിറ്റർ ആണോ അല്ല റെസിസ്റ്റർ ആണോ വോൾട്ടേജ് ആണോ കറണ്ട് ആണോ ഒന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക് വരും. അതുപോലെ തന്നെ ലൈറ്റ് വരുന്നുണ്ട്. അതായത് ഒരു ക്ലാമീറ്റർ വിത്ത് എല്ലാം ഓട്ടോമാറ്റഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ ക്ലാമീറ്റർ. അതായത് ക്ലാമീറ്ററിൻ്റെ എല്ലാ പർപ്പസ് നടക്കും, അതുപോലെ തന്നെ മൾട്ടിമീറ്ററിൻ്റെ എല്ലാ ഉപയോഗങ്ങളും നടക്കും. ഇത് ഞാൻ വാങ്ങിയത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ നിന്ന് വാങ്ങുമ്പം 2800 രൂപയാണ് ഇതിന് വന്നത്. അപ്പോൾ ആമസോണിൽ ജസ്റ്റ് HTC 21S എന്ന് സെർച്ച് ചെയ്താൽ തന്നെ അതിൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ വാങ്ങുന്ന ടൈമത്ത് 2800 ആയിരുന്നു വില. അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ്. ഈ ഒരു ക്ലാമീറ്റർ ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് നമ്മൾ ജസ്റ്റ് AC പവറിൽ കണക്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ നമുക്കത് ഓട്ടോമാറ്റിക്കായി AC മോഡിലേക്ക് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ വോൾട്ടേജ്, ഫ്രീക്വൻസി അതൊക്കെ കാണിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു റെസിസ്റ്റർ ക്രോസ് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്ട് ചെയ്ത് റെസിസ്റ്ററിൻ്റെ വാല്യൂ കാണിക്കും. അതുപോലെ തന്നെ നമ്മൾ കണ്ടിന്യൂറ്റി മോഡിൽ ഇടുകയാണെങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ കണ്ടിന്യൂറ്റി ബീപ്പ് ആവുന്നതാണ്. അതായത് കണ്ടിന്യൂറ്റിയിലേക്ക് മാറ്റൊന്നും വേണ്ട, ജസ്റ്റ് കണ്ടിന്യൂറ്റി എന്നത് മനസ്സിലാക്കി കണ്ടിന്യൂറ്റി ബീപ്പ് വരുന്നതാണ്. മറ്റൊരു യൂസ്ഫുൾ ഫങ്ഷനാണ് NCV എന്ന് പറഞ്ഞാൽ, അതായത് നോൺ കോണ്ടാക്ട് വോൾട്ടേജ്. അതായത് നമ്മൾ ഈ മോഡിലേക്ക് ആക്കിയതിന് ശേഷം മീറ്റർ പവറുള്ളൊരു സ്ഥലത്തേക്ക് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് വോൾട്ടേജ് ഇങ്ങനെ ഡിറ്റക്റ്റ് ആയിട്ട് കിട്ടും. അതായത് നമുക്ക് കോണ്ടാക്റ്റ് ഒന്നും വേണ്ട, ജസ്റ്റ് ലൈവ് വയറിൻ്റെ അടുത്ത് ജസ്റ്റ് മീറ്റർ കൊണ്ടുപോയാൽ മതി. മറ്റൊരു ഇതാണ്, നമുക്ക് ജസ്റ്റ് ഒരു വയറിൽ നമ്മൾ ക്ലാമ്പ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായി കറണ്ട് മോഡിലേക്ക് മാറി നമുക്ക് ഡിസ്പ്ലേയിൽ കറണ്ട് കാണിച്ചു തരുന്നതാണ്. നമുക്ക് മാനുവലിയും സ്വിച്ച് ചെയ്യാം, അതുപോലെ ഓട്ടോമാറ്റിക്കലും മോഡിലും വെക്കാം. അപ്പോൾ നമ്മുടെ ചാർജിങ് കറണ്ടാണ് ഇപ്പം നമുക്ക് 13 ആമ്പിയർ കാണിക്കുന്നത്. ക്ലാമീറ്ററിൻ്റെയും മൾട്ടിമീറ്ററിൻ്റെയും അതായത് ഒട്ടുമിക്ക എല്ലാ ഫീച്ചറും അടങ്ങിയിട്ടുള്ള ഒരു മീറ്ററാണിത്.